സോ ഗായ്സ് നമ്മളെ മൂന്നാമത്തെ ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഒരു ലേക്ക് കാണാൻ പോകുന്നത്. ബോട്ടിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ലേക്ക്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നത്. അപ്പോൾ അങ്ങനെ ബോട്ടിൽ കയറി അങ്ങനെ ബോട്ടിലൂടെ പൊക്കോണ്ട് കേട്ടോ. പാറ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കൊരു വേറെ ഫ്രണ്ടും കൂടി ഉണ്ട്. പുള്ളിക്കാരത്തി ഭൂട്ടാന്നാണ്. നമ്മളെ കൂടുതലുള്ള ടീമിൻ്റെ ബോട്ടാണ് ഇത് തന്നെ. കുഞ്ഞു ബോട്ടാണ് അപ്പോൾ ഒരു രക്ഷയില്ല. നല്ല തിരമാലുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ബ്രദർ, എക്സ്ക്യൂസ് മീ, വാട്ട് ഇസ് ദ ലേക്ക് നെയിം? ലാക് സേവ. ലാക് സേവ എന്നാണ് കേട്ടോ ലേക്കിൻ്റെ പേര്. എങ്ങനെയുണ്ട് ഓരോ എക്സ്പീരിയൻസ്? അതെ, ഇവര് ലേക്കാണെന്നൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഇവര് വലിയ ലേക്കാണെന്ന് പറയുന്നത്. അർമേനിയയിൽ തന്നെ ഏറ്റവും വലിയ ലേക്കാണല്ലേ. പക്ഷെ ചില സമയത്ത് വലിയ വേവ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. നമ്മൾ കടലിൽ കൂടി ബോട്ടിലൊക്കെ പോകണ പോലെ ഉണ്ട്. പക്ഷെ ഇത് പതുക്കെ പോകണുണ്ട്. സ്പീഡിൽ പോകണമെങ്കിൽ തെറിച്ചിങ്ങനെ പോകും. സ്പീഡ് ബോട്ടാണ്. പക്ഷെ ഇത് സ്പീഡ് ബോട്ടല്ല. ഒരാൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശിവനെ നല്ല വേവ്സ് ഇട്ടോ. നൈസ്, നല്ല വേവ്സ് ഇട്ടോ. കാണാൻ പറ്റും. ഇങ്ങനെ ഫുള്ള് ബോട്ടിങ് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുക. നല്ല വേവ്സ് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഓൾറെഡി എനിക്ക് തലവേദന വിശന്നിട്ടേ രാവിലത്തെ കത്തി തീർന്നിട്ടുണ്ട്. തണുപ്പ് കാരണം നല്ല സാധാരണ തണുപ്പത് വിശക്കാറില്ല. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ട്. അത് കാരണം കൈയൊക്കെ വീണ്ടും ഫ്രീസായി തുടങ്ങി. ഒരു രക്ഷയില്ല. ടയർഡായി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ലേക്ക് സവാനിലൂടെ അങ്ങനെ മന്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6234 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നുണ്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ശുദ്ധജല തടാകത്തിൽ ഒന്നാണ്. ആലോചിച്ച് 74 കിലോമീറ്റർ ലെങ്ത്തും 32 കിലോമീറ്റർ വീതിയുണ്ട്. ഒരു രക്ഷയില്ലാത്ത തടാകം തന്നെ കേട്ടോ. ലഞ്ച് കഴിക്കാൻ പോവാണ്. കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസ് അല്ല. ലഞ്ച് ചിക്കൻ ഉണ്ട്, ബ്രെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ, അപ്പോൾ നമ്മൾ കഴിക്കട്ടോ കേട്ടോ. ഗായ്സ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നിലത്തത്ര പോരല്ലേ? നിലത്തത്ര പോരാ, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പാറുവിൻ്റെ പ്ലേറ്റ് എൻ്റെ പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിച്ചത് ഭയങ്കര ഹാർഡാകുമ്പോൾ കഴിച്ചില്ല. ഞാൻ കഴിച്ച പ്ലേറ്റ് അതെന്താ പാറുവിൻ്റെ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ ഞാൻ ഫുള്ള് കഴിച്ചു. ഇന്നലെയും കഴിച്ചത് കണക്കായിരുന്നു. ഇന്നലെ ഇഷ്ടപ്പെട്ടു. സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞാൻ അടുത്ത ലൊക്കേഷൻ തസ്കസ്തൂറാണ്. സോ ഗായ്സ്, നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലേക്കിൽ ബോട്ടിലൊക്കെ ഒന്ന് ട്രാവൽ ചെയ്ത് വന്ന് എന്നിട്ട് ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്ത് തസ്കസ്തൂർ പോവാണ്. അവിടെയാണ് സ്കീ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയാണ് ശരിക്കും ഫണ്ണുള്ളത്. പക്ഷേ ഫണ്ണുണ്ടോ കിട്ടോ ഇല്ലയെന്ന് അറിയാമല്ല. കാരണം മുന്നേ നമ്മൾ ജോർജിയ പൊക്രാനിൽ പോയപ്പോഴും സെയിം സിറ്റുവേഷനാണ്. ഇത്ര സ്നോ ഫോളിങ് ഇല്ല, പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബൈക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. മൗണ്ടൻ ബൈക്കിങ് കുറേ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. അപ്പോൾ ഒരു 1.5 ദിവസം ഞങ്ങൾ ചുമ്മാ ഒന്ന് റൂം റൗണ്ട് ചെയ്ത് തിരിച്ചു വന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് മൗണ്ടൻ ഒന്ന് ഹൈക്ക് ചെയ്ത് അത്രേ ഉള്ളൂ. പക്ഷെ പ്രാവശ്യം അറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്നില്ല. സ്നോ പെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നോ പെയ്യാതിരിക്കട്ടെ. സ്നോ നമുക്ക് സിറ്റിയിലൊക്കെ ഇങ്ങനെ ചില്ലായിട്ട് നടക്കുമ്പോൾ സ്നോ പെയ്യുമ്പോൾ അതൊരു വൈബാണ്. പക്ഷേ ഇത് ശരിയാവില്ല. നമുക്ക് ബൈക്കിങ് ചെയ്യാൻ പറ്റില്ല, സ്കീ ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമുക്കൊന്നും വ്യൂ കിട്ടില്ല. കാരണം ആകാശം ശരിക്കും ആ പ്യുവർ എന്താ പറയുക ഒരു ബ്ലൂ സ്കൈ ആയി കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിഷയങ്ങളുണ്ടാവും. പോരാ ഫുഡ് പോരാന്ന് പറഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് വെതർ എങ്ങനെയുണ്ട്? എന്നിട്ട് ഈ ബോറടിച്ചെടുക്കുക. ആൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫേസ് ഒന്നുമില്ല ആൾക്ക്. ഇങ്ങനെ മറ്റേ മണ്ണ് നോക്കികളെ മാതിരി നടക്കുക. എന്നെ നോക്കാൻ എനിക്ക് കാണാൻ കിട്ടണ്ടേ? ഓടി പോവല്ലേ? ഞാൻ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അവള് നൈസായിട്ട് പുറത്ത് പോയി വന്നു. എനിക്ക് കുഴപ്പമില്ല. ഫുഡ് കഴിച്ചിട്ടുള്ളൂ. കാരണം ബോഡിക്ക് ഫ്യൂവല് വേണ്ടേ. എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് വയറ് നിറയണം.
അത്രേ ഉള്ളൂ. അതെ, അല്ല സ്നോഫോൾ വിഷയമല്ല, എപ്പോൾ വേണമെങ്കിലും കിട്ടുന്ന സാധനമാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ടസ്കസ്റ്റൂർ എത്തി. നമ്മൾ റോപ്പ് വേ കയറാൻ പോകട്ടോ, റോപ്പ് കാറിൽ പോകാൻ പോവാണ്. സോ എക്സൈറ്റഡ്. എന്താണ് അവസ്ഥ? ഇവിടെ നല്ല പാട്ട് കേൾക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടിൽ പാട്ട് കേൾക്കണം. അപ്പോൾ പറഞ്ഞ കേൾക്കേണ്ട അറിയില്ല, ഞാൻ മൈക്കിൻ്റെ ഇത് പ്ലഗ് ചെയ്തിട്ടില്ല. സോ ഗൈസ് ലെറ്റ്സ് സീ. ഹലോ ഗൈസ്, പൊളി വൈബ്. ഞാൻ ആദ്യമായിട്ടാണ് ഓപ്പൺ ആയില്ലേല് പോണത്. ഹലോ ഗൈസ്, ഞങ്ങൾ റോപ്പിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അമലേട്ടനൊക്കെ ഇരിക്കുന്നു മഞ്ഞിൽ പുതച്ചിട്ട്. നിങ്ങളിത് കാണുക, ഭൂഗോളത്തിന്റെ സ്പന്ദനം. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും ഗൈസ്. ഒരു രക്ഷയില്ല, അടിപൊളി മൂടാണ്, ഒരേ പൊളി വൈബ്. നമ്മളങ്ങനെ റോപ്പിയിൽ കാർ റോപ്പിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതിൽ പോണത്. ഇറ്റ്സ് റിയലി അമേസിങ്, വേറെ ലെവൽ എക്സ്പീരിയൻസ്, അടിപൊളി, ഒരു രക്ഷയില്ല. ഇതാണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളിത് കാണുക. നല്ല ഹൈറ്റിലാട്ടോ നമ്മളില്ലേ, അടിപൊളി ആൾക്കാരാണ് പോണത്. 3 കിലോമീറ്ററാണ് സംഭവം സ്കീ ചെയ്യണത്. നിങ്ങൾക്ക് ലോങ്ങിൽ കാണാൻ പറ്റും. അതിലുണ്ട് ആൾക്കാർ സ്കീ ചെയ്ത് പോകണുണ്ടോ. ഇവിടുന്ന് മേലെ നിന്നാണ് സ്കീ ചെയ്ത് അടിക്ക് പോണത്. ഏകദേശം 3 കിലോമീറ്റർ ആണുള്ളത്, 3000 മീറ്റർ. 3 കിലോമീറ്റർ ആണ് സ്കീ വരുന്നത്. കണ്ടോ, നല്ല താഴ്ചയിലാണ്. സോ ഗായ്സ് നമ്മളങ്ങനെ ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുകയാണ്. ആരോ എന്ത് പറയുന്നത്? യു ലൈക്ക് ഇറ്റ്? അവിടെ പോയിരുന്ന ഇത് കിട്ടുമോ? അതാ ഞാൻ പറഞ്ഞത്, മണാലി ആഗ്രഹിച്ച ഞാനിപ്പോ വന്നെത്തിയിരിക്കുന്നത് എവിടെയാ? അതെ, മഞ്ഞിൽ പുതച്ച് അടിപൊളി മൂവ്മെന്റ് കണ്ട. അതാണ് എൻ്റെ ബാഗും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കേട്ടോ. അടിപൊളി. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ട, തിരിച്ച് തട്ടരുതേ പറു. കണ്ട. സോ ഗായ്സ് നമ്മൾ ഫൈനലി ഇവിടെ എത്തിട്ടോ, എൻഡ് പോയിന്റിലെത്തി. ഒരു രക്ഷയില്ല, അടിപൊളി മൂഡ്. കൈയൊക്കെ തണുത്തിട്ട് ഇങ്ങനെ ഫ്രീസ് ആവുന്നുണ്ട്. എൻ്റെ കയ്യിൽ മറ്റേ ഒരു ഹീറ്റാക്കുന്ന സംഭവം ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം കാണാൻ പറ്റും. ബിൽഡിംഗ് കണ്ട, പണ്ടെന്തോ ഉണ്ടാക്കിയത്, ബ്ലാക്ക് കളറൊക്കെ അടിച്ച് സത്യം. Waves are crashing, sun is rising. Feel the thunder in the sky. Roads unwinding, life is calling. Energy flows through my veins. Riding high through the storm. On this journey we'll transform. അങ്ങനെ നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം സഫലമായിട്ടിരിക്കുകയാണ്. നമ്മൾ കാർ റോപ്പ് വേ ഒക്കെ എടുത്തുകൊണ്ട് ടോപ്പ് പോയി അവിടുന്ന് സ്കീ ബൈക്ക് എടുത്തിട്ട് താഴോട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, അന്യായ വൈബാട്ടാകുമ്പോൾ
കുറച്ച് ദൂരം ജസ്റ്റ് ഒന്ന് ഓടിക്കാമെന്നുള്ളൂ. പിന്നെ ഫുള്ള് ഇവന്മാരനെ ഡ്രൈവ് ചെയ്യണം നമ്മുടെ ശരീരത്തിൻ്റെ മേലെ കൂടി നിന്ന് കണ്ട്. പക്ഷേ കുറച്ച് ഭയങ്കര റിസ്ക് ആകുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി ഓടിച്ച ടൈം. കാരണം അത് നേരെ താഴത്തോട്ട് കുത്തനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിനെ ഇപ്പോൾ ഓടിക്കണത് ഒരു രക്ഷയില്ല, അന്യായ വൈബായിരുന്നു. മേലേക്ക് പോയപ്പോൾ തന്നെ ഭയങ്കര ഫീലായിരുന്നു. താഴത്തേക്ക് പോകുമ്പോൾ അതിനേക്കാളും ഒരു രക്ഷയില്ല അഡ്രിനൽ ഫീലാട്ടോ പൊക്കോണ്ടിരിക്കണത്. അന്യായ സ്പീഡിൽ പോകണത്. എനിക്കാണ് നല്ല പേടിയും തോന്നുന്നുണ്ട്. കുതിര ഒരു രക്ഷയില്ല. Stars are shining, moon is glowing, night embraces all our dreams. Feet are moving, heart is racing, every moment feels so free. Riding high through the storm, on this journey we'll transform. അതെ അല്ലേ? സോ അച്ഛന്മാരെ നമ്മളിവിടുന്ന് തിരിക്കുക കേട്ടോ. തസ്കസ്തൂർ നമ്മൾ റിട്ടേൺ പോകുന്നു. ഇനി നേരെ തിരിച്ച് ഹോട്ടലിൽ പോവുക, ഫ്രഷ് ആവുക, ഫുഡ് എന്തെങ്കിലും അടിക്കുക, കടന്നുറങ്ങുക. ഇതാണ്. സോ ഗൈസ് സ്റ്റേ ട്യൂൺ. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടാണ്. പക്ഷേ ഇവിടെ പകൽ കുറവാണ്. അപ്പോൾ അത് ജയേഷ് പറഞ്ഞിട്ടായിരുന്നു പോകുന്നപ്പോൾ പകൽ കുറവാണ്, രാത്രിയാണ് കൂടുതൽ. ഇവിടെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരു 8 മണി 9 മണി ആയിക്കഴിഞ്ഞാലാണ് നേരം വെളുക്കുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഇരുട്ടാവുകയും ചെയ്യും. അപ്പോൾ പകൽ കുറവാണ്. നമുക്ക് നല്ല എന്താ പറയുക, മഞ്ഞ് പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ശരിക്കും മഞ്ഞൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. മിക്കവാറും ഞങ്ങൾ അടുത്ത ഈ സ്ഥലങ്ങൾ കയറി വരും. അതാണ് നമ്മളെ പ്ലാന്. ഇങ്ങോട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഗൈസ് സ്റ്റേ ട്യൂൺ. മറക്കാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിങ്ങനെ സിറ്റി കൂടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം കണ്ടോട്ടത്. പഴയ വിൻറ്റേജ് കാറ്. അതിനകത്താണ് കുക്ക് ചെയ്തിട്ട് കുതിരേനെ ഹോഴ്സിനെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓടിച്ചെന്ന് ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്യും. അങ്ങനെ ഓടിച്ചെന്ന് കണ്ടിട്ടുണ്ട്. സാസിങ് ക്രീഡിനകത്തെ കണ്ടിട്ടുണ്ട്. പഴയ കാറാണ്, എഞ്ചിന് വരുന്ന മുന്നല്ലേ കാറുന്നത്. ഗായ്സ് നമ്മുടെ തസ്കസ്തൂർ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് നമ്മളിങ്ങനെ സിറ്റി കൂടി ഇങ്ങനെ അലഞ്ഞിരിഞ്ഞങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുറച്ച് കാശും കൂടി വേണമായിരുന്നു. അപ്പോൾ കുറച്ച് കാശ് മാറ്റി. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇൻഫർമേഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ കാശ് തണുപ്പോണ്ടേ കാശ് മാറ്റണ ടൈമിൽ ഒരിക്കലും എയർപോർട്ടിൽ നിന്ന് മാറ്റരുത്, നമ്മുടെ ദുബായിൽ നിന്ന് UAE നിന്ന് മാറ്റരുത്. നിങ്ങൾ കാശ് കൊണ്ടുവരിക. അവിടെ SAS സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒരു സൈഡിൽ കോർണറിൽ മണി എക്സ്ചേഞ്ച് ഉണ്ട്. UAE നമുക്ക് 95 ആണ് ലുലു എക്സ്ചേഞ്ചിൽ കിട്ടുന്നത്. പിന്നെ അൽ-അൻസാരിയിൽ എത്രയായിരുന്നു, 97 സംതിങ് അത്ര. സോ എയർപോർട്ടിൽ വരുന്നത് 75. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിന്നെ ഓക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല ചെയ്തിട്ട് ഞാൻ കുറച്ച് കുഞ്ഞൊരു എമൗണ്ട് ഞാൻ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ ഭയങ്കര ഡിഫറൻറ്റ്. ഓക്കെ വലിയ ചെയ്തിട്ട് ഇവിടെ വന്ന് കണ്ട് നോക്കിയപ്പോൾ 102. വലിയ വ്യത്യാസമല്ല. ഇവിടെ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് 103 ഇവിടെ 102. അപ്പോൾ അത്രയും വ്യത്യാസമുള്ളൂ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കാശ് മാറ്റുകയാണ് നല്ലത്. ഇവിടെ SAS സൂപ്പർ മാർക്കറ്റിനകത്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കുറച്ച് റേറ്റ് കുറവാണ്. അടിപൊളിയാകുമ്പോൾ കുറച്ച് ഐറ്റംസ് എന്താ പറയുക. അതുപോലെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റിൽ നമുക്ക് ഇവിടെ ബാക്കിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അതുപോലത്തെയൊക്കെ ഇത് കിട്ടും. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഷവർമ അങ്ങനെയൊക്കെ സംഭവം കിട്ടും. അത് വാങ്ങി കഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് പോണ വഴിക്കൊക്കെ കാണാൻ നിങ്ങൾക്ക് മറ്റേ ടീ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ എന്തായാലും പറയുക
ടീൻ്റെ ഒക്കെ മെഷീനൊക്കെ ഉണ്ടാവും, പല ടീ കോഫി എന്നൊക്കെ കഴിക്കണം. ഞാൻ അതിൻ്റെ പേര് ഞാൻ മറന്ന്, ചില സാധനങ്ങൾ എനിക്ക് ഓർമ്മയിൽ വെക്കില്ല. സോ അതുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ ടാക്സി ആണെന്നുണ്ടെങ്കിൽ ഈ ബോൾട്ട്, ബോൾട്ട് അങ്ങനെ എന്തൊക്കെയാണ് ടാക്സി അതിലൂടെ യൂസ് ചെയ്തില്ല, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. നമ്മളിതിലൂടെ ഒന്നും യൂസ് ചെയ്തില്ല, ഓൺലി വാക്കിംഗ്. സോ ഗായ്സ്, നമ്മൾ സിറ്റി ടൂർ, നമ്മൾ ഓൺ സിറ്റി ടൂറിലാണ്. സോ അപ്പോൾ മഞ്ഞ് നല്ല പെയ്തു തുടങ്ങി. അപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് പെയ്തു തുടങ്ങി. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ മഞ്ഞ് പെയ്യണം, നല്ല രീതിയിൽ മഞ്ഞ് പെയ്തു തുടങ്ങി. നമ്മളിപ്പോൾ ഒരു സിറ്റീൻ്റെ ഒരു സൈഡിലല്ലത്. അങ്ങനെ കണ്ടോ, ഇവിടെ നമ്മൾ ഫുഡ് വാങ്ങിയത്. ഇങ്ങനെ ഇവിടെ നമുക്ക് ഷവർമ അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. സോ അങ്ങനെ തിരിച്ച് നമ്മൾ നടക്കുകയാണ്. സോ പറു ഹൗസ് അതേണ്ട മഞ്ഞ് വീണ് കഴിഞ്ഞാൽ കുഞ്ഞു സ്റ്റാറായി മാറും. ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. സോ ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? റിയലി നൈസ്. യു ലൈക്ക് ഇറ്റ്? സോ ഗായ്സ്, സ്റ്റേ ട്യൂൺ. നമ്മൾ കുറേ വീഡിയോസ് പല സ്ഥലത്തുനിന്നും മിസ്സായി പോയിട്ട് എടുക്കാൻ. കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ അപ്പോൾ മൊബൈൽ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെയൊക്കെ ചെറിയ കുഞ്ഞു സിറ്റുവേഷനിൽ എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഗായ്സ്, നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് റൂമിലോട്ട്. ഗായ്സ്, നമ്മളിങ്ങനെ നടന്നു കണ്ട് ബസ് സ്റ്റോപ്പ് ആട്ടോ. ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിൽ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് നടക്കാൻ സ്ഥലമുണ്ട്. നടന്നു പോകുമ്പോൾ ഫുള്ള് ഇങ്ങനെ പിള്ളേർ ചിത്രമൊക്കെ വരച്ചിട്ട് സെറ്റാക്കിയിട്ട് കുറേ ഇങ്ങനെ ഷോപ്പ് കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സിറ്റി ടൂർ കുറേ സ്ഥലങ്ങൾ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിയത് പറഞ്ഞ പോലെ തന്നെ നല്ല മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ പാറു ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുന്നുണ്ട്. പാറു നടന്ന് ഊപ്പറിലേക്ക് എന്ന് പറഞ്ഞത്. ഞാൻ കുറച്ച് സീനായിരുന്നു. പിന്നെ അവിടുന്ന് ആ മിഠായി എന്നൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് ചാർജായി. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട്. മഞ്ഞ് പെയ്ത് തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് പെയ്ത്. ഇവിടെ കണ്ടോ ഓരോരുത്തര പിക്ചറുകൾ കണ്ടോ, അങ്ങനെ പിക്ചറുകൾ കുറേ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരാണാവുമ്പോൾ പുറത്തേക്കിട്ട് ഇതെവിടെ കണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇറക്കണം റെയിൽ പോലെ സെറ്റാക്കിക്കണം. അങ്ങനെ ഒരു സൈഡിലെത്തിയിട്ട് നമ്മൾ അവിടുന്നാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു സൈഡിലെത്തി. അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ, നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരോട് തെറ്റി നടന്ന് ഭയങ്കരമായിട്ട് തെറ്റി. നോട്ടെ കാണാണോ, കാണിക്കുന്നില്ല. തെറ്റി നോടെ തിരിഞ്ഞ ആ സിഗ്നലിൽ കിടക്കണേന് 200 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്നു. അത് മീൻ നിർവാൻ സിറ്റീൻ്റെ ഒരു സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല മഞ്ഞൊക്കെ പെയ്ത്. എന്താ എംബസിയാണോ, സിറിയൻ എംബസിയാണ്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിട്ടുണ്ട്. നിങ്ങളിത് കാണുക, രാത്രിയിലുള്ള നടത്തം വേറെ. മഞ്ഞൊക്കെ കൊണ്ട് മഞ്ഞ് പൊഴിപ്പ് കുറച്ചും കൂടി സൈഡൊന്ന് അടിപൊളി. ഗായ്സ്, സമയം ഇപ്പം ഏകദേശം 11:30. ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ആറ് ഓൾറെഡി ഉറങ്ങി. ഞാനവർക്ക് പെട്ടി ഞാനെടുത്ത് നോക്കിയ ടൈമിൽ പെട്ടി തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താവന്മാർ തിരിച്ച് കളിച്ചാണ്. ഇതിൻ്റെ പാസ്വേഡൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. എന്താ അവസ്ഥയാണ് നോക്കണം. നമ്മൾ ഈ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ മെട്രോ പോണത്. ഇതിങ്ങനെ ഓരോ 5 മിനിറ്റ് ഗ്യാപ്പിൽ അല്ലെങ്കിൽ 10 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടിഭാഗത്തേക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ടൈമിലേക്ക് എന്ത് വൈബ്രേഷൻ അറിയോ. സോ ഗൈസ്, ഞാൻ പുറത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും പുറത്ത് കാണിച്ചു തന്നിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നല്ല സ്നോ പെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചവിട്ടുകൊണ്ടൊക്കെ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പാകുമ്പോൾ ഇത് കണ്ടോ, സ്നോ പെയ്ത് ഇങ്ങനെ നിറഞ്ഞാകുമ്പോൾ എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്നോ പെയ്യണ കാണാൻ പറ്റും. കണ്ടാ, സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടാ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മുടെ റൂം നല്ല വ്യൂ ആണ് ഈ കാണുന്നത്. മറക്കാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഷെയറാക്കി തരാം. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. സോ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.